വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്, ഒരു വെരി ഇൻട്രസ്റ്റിംഗ് വൺ. ബിക്കോസ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് 2 റൈഡേഴ്സിനെയാണ് ഓൺ 2 ബൈക്സ്. They have had an amazing journey across India, covering about 18,000 kilometers over 100 days. And അതിൻ്റെ മോർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്നാണ് അവരുടെ ആ ജേർണിയുടെ 100th ഡേ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അവർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവർ തിരിച്ച് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ആർ എക്സ്പെക്റ്റിംഗ് ദെം ടു കം ദിസ് വേ എനി ടൈം സൂൺ. സോ അവർക്ക് നമ്മളൊരു സർപ്രൈസ് എന്ന രീതിയിൽ വി ആർ പ്ലാനിങ് ടു ഗ്രീറ്റ് ദെം, വി ആർ പ്ലാനിങ് ടു മീറ്റ് ദെം. എന്നിട്ട് വി ആർ ഹാവിങ് എ സെഷൻ വിത്ത് ദെം ടു അണ്ടർസ്റ്റാൻഡ് അവരുടെ ജേർണി എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഫാക്ടേഴ്സ് അവർ പ്ലാനിങ്ങിൽ യൂസ് ചെയ്തിരുന്നു, ആൻഡ് ഏതൊക്കെ ഏരിയാസാണ് അവർ കവർ ചെയ്തതെന്ന്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദെം. ഹലോ. ഓക്കെ അവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അവർ ഇപ്പോൾ എത്തും. ഓക്കെ ഫൈൻ, റെഡി. സോ ഇതാണ് ഞാൻ പറഞ്ഞ 2 പേര്. യെസ് സർ, വെൽക്കം ബാക്ക് ഹോം സർ. വെൽക്കം ബാക്ക്. ഹെൽമെറ്റ് ഇരിക്കുള്ളൂ. വെൽക്കം ബാക്ക്. ഞങ്ങളുടെ വക ഒരു സ്മോൾ സർപ്രൈസ് കം ഗ്രീറ്റിംഗ് ആണ് ഫോർ ദിസ് കംപ്ലീറ്റിംഗ് ദിസ് അഡ്വഞ്ചറസ് ട്രിപ്പ്. സോ വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. സോ ഈ സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത 2-3 പേരുണ്ട്. സോ ദേ ഹാവ് കം വിത്ത് കരിക്ക് ഫോർ റിയലി ടയർഡ് റൈഡേഴ്സ്. സോ അത് നമുക്ക് കൊടുക്കാം. അതും എസ്പെഷ്യലി കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കരിക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കുന്നത് ഷുഡ് ബി വെരി റിലാക്സിങ്. സോ പ്ലീസ് ഹാവ് ദ കരിക്ക്. സോ നമുക്ക് ഇവരുടെ ഈ അഡ്വഞ്ചറസ് ജേർണിനെ കുറിച്ച് കൂടുതൽ അറിയാം. സോ വിൽ മേക്ക് ദം റിലാക്സ്, വിൽ സിറ്റ് ആൻഡ് ടോക്ക്. സോ നമുക്ക് ഫോർമലി ഈ 2 റൈഡേഴ്സ് അല്ലെങ്കിൽ ഈ 2 ട്രാവലേഴ്സിനെ മീറ്റ് ചെയ്യാം. വൺ ഇസ് ആർ രാജീവ് സർ, ഹു ഇസ് 52 years old, and then there is BV Raj, who is 57 years old. സോ നമുക്കിനി ഇവരുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ഈ ട്രിപ്പ്, അതായത് ഒരു 100 days അക്രോസ് ഇന്ത്യ ഇൻ റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർബേർഡ്, ഇതിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് സാർ പറയാം. ഇത്തരം ഒരു യാത്ര നടത്തുന്നതിൻ്റെ പ്രധാന പ്രേരണ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബുള്ളറ്റ് ഓടിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. ഈ ബുള്ളറ്റ് വണ്ടികളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അത്ര ചെറുപ്രായത്തിൽ ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന വണ്ടിയോട് എനിക്കൊരു ആരാധനയായിരുന്നു.
അത് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങി 10-30 വർഷമായിട്ട് ഞാനിപ്പോൾ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുക. ഈ ബുള്ളറ്റ് ഓടിച്ച് മതിയായില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല സ്ഥലത്തും ഈ വണ്ടിയിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ വിശാലമായൊരു ടെറൈനിൽ ഈ ബുള്ളറ്റിൽ സഞ്ചരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, നമുക്കിങ്ങനെ ബുള്ളറ്റിൽ വെളിയിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. അത് അങ്ങനെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് കിടക്കുന്ന ഒരു ഐഡിയ ആയിരുന്നു. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്ത് അതൊരു 25 വർഷം പൂർത്തിയായി. ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ഞങ്ങൾ 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാം എന്നാലോചിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെയാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്, നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ത്യ മുഴുവൻ ബുള്ളറ്റിലൊരു യാത്ര ചെയ്യാം. അപ്പോൾ രണ്ടുപേർക്കും വീട്ടിൽ ഓരോ ബുള്ളറ്റ് ഉണ്ടെങ്കിലും യാത്രയ്ക്ക് പോകാൻ ഇതൊരു കുറച്ച് വലിയൊരു യാത്രയായതുകൊണ്ട് വാഹനം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് 2 പുതിയ വണ്ടി വാങ്ങി അതിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ദൂരെ യാത്രയ്ക്ക് കുറച്ചുകൂടെ ഉതകുന്ന വണ്ടി എന്നുള്ള രീതിയിൽ എൻഫീൽഡിൻ്റെ ഈ തണ്ടർബേർഡ് എന്ന് പറയുന്ന വണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരേ കളറിലുള്ള 2 വണ്ടി വാങ്ങി അതിലാണ് ഈ യാത്ര പൂർണ്ണമായിട്ട് നടത്തിയത്. 18,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടും വണ്ടി ഇപ്പോഴും നല്ല കണ്ടീഷനിലാണ്. വഴിയിലെങ്ങും ഞങ്ങൾക്ക് വണ്ടി കൊണ്ട് വണ്ടിയുടേതായ ഒരു തകരാറുകളും കൊണ്ട് ഞങ്ങളുടെ യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സോ ഈ 100 ഡേയ്സ് ജേർണിയിൽ നിങ്ങളുടെ സ്റ്റേ ആൻഡ് ഫുഡ്, അതായത് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഇന്ത്യൻ ആർമിയൊക്കെ ആണെങ്കിൽ ചില ക്യാമ്പിനൊക്കെ പോകുമ്പം ദേ ക്യാരി ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ചിലവർ കുക്ക് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് എന്തായിരുന്നു, യു കുക്കിംഗ് ഓർ നിങ്ങൾ ഹോട്ടൽ തന്നെയാണോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? അതുപോലെ സ്റ്റേയിൻ്റെ കാര്യം വരുമ്പം ക്യാമ്പിംഗ് ആയിരുന്നോ അതോ പ്രോപ്പർ ലോഡ്ജസ് ആൻഡ് റൂംസ് ആണോ എടുത്തത്? അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. 100 ദിവസത്തെ യാത്ര, 100 ദിവസവും സ്റ്റേ ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ഫുഡിൻ്റെ കാര്യം പറയാം. ഫുഡ് ഞങ്ങൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും സേഫായിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ഒരു ശരീരത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാത്ത, സാധാരണ ആളുകളെല്ലാം റെഗുലറായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് കഴിക്കുന്നതാണ് നല്ലതെന്നൊരു തീരുമാനം ഞങ്ങൾ ആദ്യം എടുത്തിരുന്നു. അതനുസരിച്ച് നോർത്ത് ഇന്ത്യയിലോട്ടാണ് ഏകദേശം കൂടുതൽ സ്ഥലങ്ങളിലും ഈ ചപ്പാത്തി ദാൽ എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ആഹാരം, ചില ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചപ്പാത്തി ദാൽ അതുതന്നെയായിരുന്നു. രണ്ടാമത് സ്റ്റേ 100 ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഈ 100 ദിവസവും രാത്രിയിൽ വണ്ടി ഓടിക്കേണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. കാര്യം അതൊരു സേഫ്റ്റിയുടെ പ്രശ്നവും, പിന്നെ ഇവിടുന്ന് മുതിർന്ന പല ആളുകളും ഞങ്ങളെ അഡ്വൈസ് ചെയ്തതും പല റോഡുകളിലും നമ്മൾ രാത്രി സമയത്തൊക്കെ പല തരത്തിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം റിസ്ക് എടുക്കാതെ രാത്രി യാത്ര കഴിയുന്നത് ഒഴിവാക്കണമെന്നുള്ള ഒരു അഡ്വൈസ് ഞങ്ങൾക്ക് പലരും തന്നിരുന്നു. അതനുസരിച്ച് രാത്രിയിൽ ഞങ്ങൾ കഴിയുന്നത് യാത്ര ചെയ്തതേയില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും രാത്രി, 100 ദിവസവും രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര പുറപ്പെടുക. അതായിരുന്നു ഞങ്ങളുടെ ഒരു റൊട്ടീൻ. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലോഡ്ജസാണ് എല്ലാ സ്ഥലത്തും ഒരു നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന തരത്തിലുള്ള ലോഡ്ജുകളിൽ താമസിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രീതി. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു ലോഡ്ജ് കിട്ടുന്ന ഒരു ടൗൺ വരെ എത്തിച്ചേരാൻ പറ്റാതെ വന്ന രാത്രികളുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് തരണം ചെയ്യാനായിട്ട് വേണ്ട സാമഗ്രികളൊക്കെ ഞങ്ങൾ വാങ്ങിയിരുന്നു. ടെൻറ്റ് അടിച്ച് കിടക്കാനൊക്കെയുള്ള ടെൻറ്റ്, ബെഡ് റോള്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു.
സോ ഈ ജേർണിയിൽ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യ ക്രോസ് ചെയ്താൽ തന്നെ അത്യാവശ്യം വേരിയേഷൻസ് നമുക്ക് വരും. ആൻഡ് ഇൻ യോർ ട്രിപ്പ് നിങ്ങൾ ജമ്മു വരെ പോയിട്ടുണ്ട്. സോ ആ ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ്, പിന്നെ റെയിൻ അല്ലെങ്കിൽ സ്നോഫോൾ, അതൊക്കെ എങ്ങനെയായിരുന്നു ജേർണീനെ എഫക്റ്റ് ചെയ്തത്? നമുക്ക് വിവിധ തരം ക്ലൈമറ്റുകളെ, കാലാവസ്ഥകളെ അതിജീവിച്ചേ പറ്റൂ. ഒരു സുഖകരമായൊരു കാലാവസ്ഥ അല്ലെങ്കിൽ അത്തരം ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വരിക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് 100 ദിവസം കൊണ്ട് സഞ്ചരിച്ച് വരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഒന്നാന്തരം തണുപ്പും ഞങ്ങൾ അനുഭവിച്ചു, ഒന്നാന്തരം ചൂടും അനുഭവിച്ചു. മഴയുടെ കാര്യത്തിലാണ് ഒരല്പം, ഇവിടെ കേരളത്തിലൊക്കെ ആ സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾക്ക് അവിടെ മഴയുടെ ശല്യം വലുതായിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാത്തരം ക്ലൈമറ്റുകളും ഏകദേശം ഭംഗിയായിട്ട് അനുഭവിച്ചിട്ടാണ് ഈ 100 ദിവസം തീർക്കാൻ പറ്റിയത്. ഒരു ലോങ് ജേർണി എന്ന് പറയുമ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ചാലഞ്ചസും വരും. എസ്പെഷ്യലി ഒരു അൺനോൺ സ്ഥലത്തേക്ക് പോകുന്നു, ലാംഗ്വേജ് ഇഷ്യൂസ് വരാം, പിന്നെ ചിലപ്പോൾ റൂം അവൈലബിലിറ്റി അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇഷ്യൂസ്. സോ അങ്ങനത്തെ ചാലഞ്ചസ് എന്ന രീതിയിൽ എന്തൊക്കെയായിരുന്നു ഒരു മെയിൻ ഹൈലൈറ്റ്? നമുക്ക് ഈ ട്രിപ്പിൽ ലാംഗ്വേജ് കാരണം നമുക്ക് വലിയ ചാലഞ്ചസ് ഒന്നും ഉണ്ടായില്ല. നമുക്ക് കുറച്ച് ഹിന്ദി അറിയാം, പിന്നെ ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പക്ഷേ നമ്മൾ സിംലയിൽ നിന്ന് നമ്മൾ ഡെറാഡൂൺ പോകുന്ന വഴിയിൽ നമ്മൾ ഒരു മലയിൽ കൂടെ ഒരു യാത്ര ചെയ്തു. അത് സാധാരണ ഹൈവേ അല്ല, അതൊരു ഷോർട്ട് റൂട്ടാണെന്ന് ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ പോയതാണ്. 60-70 കിലോമീറ്റർ മലയുടെ മുകളിൽ കൂടെ തന്നെ, അതായത് ടാറിടാത്ത റോഡ്, ചെറിയ ചല്ലി മാത്രമേ ഉള്ളൂ, സ്ലിപ്പറി റോഡാണ്. ഒരു വണ്ടിക്ക് അത്യാവശ്യം പോകാൻ പറ്റുള്ളൂ. താഴെ ഭയങ്കര കുഴിയുമാണ്, ഡീപ്പ് പ്ലേസുമാണ്. അതിൽ പോയത് ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു. ഇതുകൂടാതെ ജമ്മു നിന്ന് നമ്മൾ ശ്രീനഗറിലോട്ട് പോകുന്ന സമയത്ത് ബെനിഹാൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഗ്യാപ്പിൽ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു അഡ്വഞ്ചറസും സന്തോഷമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം നടന്നു. ഞങ്ങൾ അവിടെ ഈ ബെനിഹാൾ ഗ്യാപ്പിലോട്ട് പോകുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു. മഴ കാരണം നമ്മൾ അടുത്ത സ്റ്റേഷനിൽ നമ്മൾ പോകാതെ അവിടെ താമസിക്കാനുള്ള ഒരു സ്റ്റേജ് ഉണ്ടായി. അങ്ങനെ ഒരു റൂം എടുത്ത് താമസിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പം, റൂമിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റ്നസ്, മൊത്തം വൈറ്റ്. നോക്കിയപ്പം സ്നോഫാൾ വീഴുകയാണ്. അതിലൊരു 3 ദിവസം സ്നോഫാൾ കാരണം നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളുടെ വണ്ടിയെല്ലാം ഫുള്ളായിട്ട് സ്നോ കൊണ്ട് മൂടി പൊതിഞ്ഞിരിക്കുകയായിരുന്നു. 3-ാമത്തെ ദിവസം നല്ല വെയിലായിരുന്നു. നമ്മൾ ഇതെല്ലാം മാറ്റി നമ്മൾ വണ്ടി യാത്രയ്ക്ക് റെഡിയായി. പക്ഷേ അത് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. ഇന്ത്യയിൽ സർ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഓൾ കീ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും സ്ഥലങ്ങളും കണ്ടു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? ഞങ്ങൾ 100-150 സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അതിൽ രാജസ്ഥാൻ ഒരു നല്ല സ്ഥലമാണ്. അത് രാജസ്ഥാൻ നല്ല സ്ഥലമാണെന്ന് പറയുമ്പോൾ, ഒന്ന്, ഒരു അനുകൂലമായ കാലാവസ്ഥയിലാണ് ഞങ്ങൾ രാജസ്ഥാനിൽ പോയത്. അതൊരു വലിയ കാരണമാണ്. പിന്നെ അവിടുത്തെ ഫോർട്ടുകൾ, ഉദയ്പൂർ, ജയ്പൂർ, ബിക്കാനീർ, ജയ്സാൽമർ, ജോധ്പൂർ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയുള്ള പഴയ കാലത്തെ രാജാക്കന്മാർ പണിഞ്ഞിരിക്കുന്ന ഫോർട്ടുകൾ, അത് ശരിക്കും എത്ര കണ്ടാലും നമുക്ക് മതിയാവത്തില്ല. അതിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാനാവാത്ത സൗന്ദര്യമാണ്. അതൊക്കെ വളരെ വൃത്തിയായ രീതിയിൽ അവരവിടെ സൂക്ഷിച്ചിരിക്കുന്നു, പരിപാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വലിയ ഭംഗി. അതാണ് രാജസ്ഥാനെക്കുറിച്ച് ഞങ്ങൾക്ക് അത്രയും വലിയ, നമ്മൾ എത്ര ദിവസമാണ് അവിടെ? 11 ദിവസം ഞങ്ങൾ രാജസ്ഥാനിൽ തന്നെയായിരുന്നു ഈ 100 ദിവസത്തിൽ. അത്രയ്ക്കും ഞങ്ങൾ രാജസ്ഥാൻ ഭംഗിയായിട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റി. അതുകൂടാതെ ഓഫ്കോഴ്സ് നമ്മുടെ റിസോർട്ട് പ്ലേസസ് ലൈക്ക് സിംല, ഡാർജിലിംഗ്, ഡെറാഡൂൺ, നൈനിറ്റാൾ, ഷില്ലോങ്, ഇതെല്ലാം
നല്ല പ്ലേസസ്. എല്ലാം വളരെ നല്ല പ്ലേസ് ആയിരുന്നു. സോ നിങ്ങളുടെ ഈ ട്രിപ്പിൽ ഓവർ 100 സ്ഥലങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടാവും ആൻഡ് അബൌട്ട് 18,000 കിലോമീറ്റേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഹ്യൂജ് കൺട്രിയായ ഇന്ത്യയുടെ നല്ലൊരു ഏരിയ ഇൻ ടേംസ് ഓഫ് പീപ്പിൾ, കൾച്ചർ എല്ലാം നിങ്ങൾ കവർ ചെയ്തു. അപ്പം ഇന്ത്യനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ ഇപ്പം എങ്ങനെ തോന്നുന്നു ആഫ്റ്റർ ദ ജേർണി? ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാം, മറ്റാളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ആളുകളുമായിട്ട് ഓരോ നാട്ടിലെ ആളുകളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്ത് അവരുടെ ഭാഷയിൽ സംസാരിച്ച് അവരുടെ ആഹാരം കഴിച്ച് അവരുടെ കൂടെ ഉറങ്ങി അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് തീർച്ചയായും വലിയ ഒരു അല്ലെങ്കിൽ പുതിയ ഒരു അനുഭവം തന്നെ നമുക്ക് ഇന്ത്യയെക്കുറിച്ചുണ്ടാകും. അത് ശരിക്കും ഇന്ത്യയോടൊപ്പം ജീവിച്ച് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അത് നമുക്ക് പുസ്തകം വായിച്ചാലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താലോ കിട്ടുന്ന ഒരു അനുഭവമല്ല. അതുകൂടാതെ ഈ ഇന്ത്യയിലെ ഞങ്ങളുടെ യാത്രയിൽ വളരെ സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വണ്ടി ഓടിച്ച് വരുന്നവരാണെന്ന് അറിഞ്ഞപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് നാടുകളിൽ ഒരുപാട് നാട്ടുകാരെ ഞങ്ങൾ പരിചയപ്പെടുകയും കാണുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പറഞ്ഞാണ് കേരള എന്ന വാക്ക് തന്നെ അവർ കേൾക്കുന്നത്. ഗ്രാമീണർ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. പക്ഷേ ഇത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ വരികയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ആശ്ചര്യം, അതും ബൈക്ക് ഓടിച്ച് ഇത്ര വിദൂര സ്ഥലത്ത് നിന്ന് ഈ ഗ്രാമങ്ങളിൽ കൂടെയൊക്കെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അത് ആ ആളുകളുടെ ഉണ്ടായ ആശ്ചര്യം, അവരുടെ ഞങ്ങളോടുള്ള ഒരു ആദരവ്, ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരാനും ഒക്കെ അവർ കാണിച്ച ഔത്സുക്യം, ഇതൊക്കെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പേപ്പറിലോ ടി വിയിലോ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നലെ വരെ ആ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവമായിരിക്കില്ല ഇനി ആ സ്ഥലപ്പേര് പറയുമ്പോൾ നമുക്കുണ്ടാവുക. കാര്യം അവിടുത്തെ ആളുകളെക്കുറിച്ചെല്ലാം ഓർക്കാനും ശരിക്കും സന്തോഷത്തോടെ ഓർക്കാനുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടി. പൊതുവേ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഇന്ത്യയിലെ ആളുകളുടെ അധ്വാനശേഷി ബീഹാറിലും യു പിയിലും പഞ്ചാബിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെയുള്ള കർഷകർ അവരുടെ ഈ കിലോമീറ്ററുകളോളം ഇങ്ങനെ സ്വർണം പോലെ ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കണ്ണെത്താ ദൂരത്തോളം, ഇതൊക്കെ മനുഷ്യരുടെ അധ്വാനശേഷിയുടെ നിദർശനങ്ങളാണ് നമ്മൾ കാണുന്നതൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എത്രയോ അഭിമാനം, ഇന്ത്യയിലെ ആളുകളെക്കുറിച്ച് എത്രയോ അഭിമാനം, നമ്മൾ മഹത്തായ ഒരു രാജ്യത്താണ് താമസിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയ സംതൃപ്തി, ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ നടന്ന ഈ ആളുകളെ എല്ലാം കണ്ട് അവിടുത്തെ എല്ലാം വായുവും ചൂടും തണുപ്പും എല്ലാം മനസ്സിലാക്കി ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഒരു സംഗതി തന്നെയാണ്. ഇനി ഇതിന് പകരം വെക്കാനൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊക്കില്ല. So that was the amazing experience of these two riders. നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് നമുക്കറിയാം. They have covered almost the entire portion of the country, that is India. ആ ജേർണിയിൽ അവർ പല ലാൻഡ്സ്കേപ്സ്, പല ടോപ്പോഗ്രഫി, പല കൾച്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, ഫുഡ് ആൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസും അവർ എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് അക്കോർഡിംഗ് ടു ദെം ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ ദെം. സോ ഇതിൽ നമ്മൾ ഓൾസോ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾസോ എ മാറ്റർ ഓഫ് കറേജ്. ബിക്കോസ് ഇവർ രണ്ടുപേരേ ഉള്ളൂ. ദേ ആർ ഗോയിങ് ടു അൺനോൺ ടെറിട്ടറി, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന സ്ഥലങ്ങൾ. സോ അഗൈൻ ഇറ്റ്സ് എ ലോട്ട് അബൌട്ട് കറേജ്. സോ അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു ദെം. ആൻഡ് ഇനി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു എൻകറേജ്മെൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഓൾസോ പ്ലാൻ സംതിങ് ലൈക്ക് ദിസ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഇനി പുതിയൊരു വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ശരത് പ്രകാശ് സൈനിങ് ഓഫ്.